PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 2019 ജൂൺ മാസം മുതലുള്ള കറണ്ട് അഫയേഴ്സ് എന്തായാലും നമ്മൾ പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കണം. ജൂൺ മുതൽ ഈ നവംബർ മാസം വരെയുള്ള 2020 നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ജൂൺ മുതലുള്ള PSC ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഇന്ന് തൊട്ട് 2019 ജൂൺ 1 PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ തുടർ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ അല്ലാതെയും ഇടുന്നുണ്ട് കേട്ടോ. കാണാനായിട്ട് മറക്കല്, നോബൽ സമ്മാനം കിട്ടിയത്, പിന്നെ ഗോൾഡൻ ഗ്ലോബ്, ഓസ്കാർ, അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണുക അതെല്ലാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കുന്നത് 2019 ജൂൺ 1 PSC ബുള്ളറ്റിനിലുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2019 ഏറ്റവും ലാസ്റ്റ് പേജിലാണ് സമകാലികം കൊടുക്കുന്നത് കേട്ടോ PSC ബുള്ളറ്റിനിൽ. ഓക്കെ, അല്ലെങ്കിൽ ഒത്തിരി കൊടുക്കുമ്പോഴാണ് നടു പേജുകളിൽ കൊടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഇടാം കേട്ടോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് CR പാട്ടീലാണ്. 6.89 ലക്ഷം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ആർക്കാ? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 2019 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് CR പാട്ടീലാണ്. CR പാട്ടീൽ 6.89 ലക്ഷം. ഇദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? നവസാരി, ഗുജറാത്ത്. നവസാരി മണ്ഡലം, ഗുജറാത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൻ്റെ റെക്കോർഡ് ആരുടെ പേരിലാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൻ്റെ നിലവിലത്തെ റെക്കോർഡ് ആരുടെ പേരിലാണ്? അത് മഹാരാഷ്ട്രയിലുള്ള പ്രീതം മുണ്ടയുടെ പേരിലാണ്. അദ്ദേഹത്തിന് പിന്നെ 6.96 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. 24ാം തവണ എവറസ്റ്റിന് മുകളിലെത്തി മാധ്യമ ശ്രദ്ധ നേടിയത് കാമി റിത ഷെർപ്പയാണ്. 24ാം തവണ എവറസ്റ്റിന് മുകളിലെത്തി മാധ്യമ ശ്രദ്ധ നേടിയതാരാണ്? കാമി റിത ഷെർപ്പ. ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാൻ്റെ പുതിയ ഹൈക്കമ്മീഷണർ ആരാ? ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാൻ്റെ പുതിയ ഹൈക്കമ്മീഷണർ മൊയ്നുൽ ഹക്കാണ്. ആരാണ്? മൊയ്നുൽ ഹക്കാണ് ഇന്ത്യയിലേക്കുള്ള പുതിയ പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷണർ. മാൻ ബുക്കർ ഇൻ്റർനാഷണൽ 2019 കിട്ടിയത് ജോക്ക അൽഹാർത്തി, ഒമാനി സാഹിത്യകാരിയാണ്. ഇവരുടെ സെലസ്റ്റിയൽ ബോഡി എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹയായത്. മാൻ ബുക്കർ ഇൻ്റർനാഷണൽ 2019 കിട്ടിയത് ജോക്ക അൽഹാർത്തി, ഒമാനി സാഹിത്യകാരിയാണ്. സെലസ്റ്റിയൽ ബോഡിയാണ് അവരുടെ കൃതി. അതുപോലെ തന്നെ പിന്നെ അറബിക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ബ്രിട്ടീഷ് പ്രവർത്തക മർലിൻ ബൂത്തുമായിട്ടാണ് 50,000 പൗണ്ടിൻ്റെ പുരസ്കാരം പങ്കിടുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് വായിക്കാം. അതായത് പരിഭാഷപ്പെടുത്തുന്നതിനാണ് മാൻ ബുക്കർ ഇൻ്റർനാഷണൽ കിട്ടുന്നത് കേട്ടോ. ഒരു നോവൽ മറ്റു ഭാഷകളിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്നതിന്. 2019 പ്രവാസി ഭാരതീയ സമ്മാനം നേടിയ മലയാളിയാണ് ഗീത ഗോപിനാഥ്. 2019 പ്രവാസി ഭാരതീയ സമ്മാനം നേടിയ മലയാളി ഗീത ഗോപിനാഥാണ്. ഓസ്ട്രേലിയയിൽ വീണ്ടും പ്രധാനമന്ത്രി ആയതാരാ? ഓസ്ട്രേലിയയിൽ വീണ്ടും പ്രധാനമന്ത്രി ആയത് ആരാ? സ്കോട്ട് മോറിസൺ ആണ്. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി നിലവിൽ ആരാ? അപ്പം ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. ഓസ്ട്രേലിയയിൽ വീണ്ടും പ്രധാനമന്ത്രിയായത് സ്കോട്ട് മോറിസൺ. രാജി പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? രാജി പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? രാജി പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ് ആണ്. തെരേസ മെയ് രാജി പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്തോനേഷ്യയിൽ വീണ്ടും പ്രസിഡന്റായി ആര്? ഇന്തോനേഷ്യയിൽ വീണ്ടും പ്രസിഡന്റായത് ജോക്കോ വിഡോഡോ. ഓസ്ട്രേലിയയുടെ പഠിച്ചോണം, സ്കോട്ട് മോറിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്തോനേഷ്യയിൽ വീണ്ടും പ്രസിഡന്റായത് ജോക്കോ വിഡോഡോ. ഈയിടെ അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി കടവൂർ ശിവദാസൻ. സ്വവർഗ വിവാഹം നിയമവിധേയമാകുന്ന, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്വവർഗ വിവാഹം നിയമവിധേയമാകുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? സ്വവർഗ വിവാഹം
നിയമവിധേയമാകുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് തായ്വാനാണ്. ലണ്ടൻ ഓഹരി വിപണിയിൽ ഓഹരി ലിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന തല സ്ഥാപനമാണ്. ലണ്ടൻ ഓഹരി വിപണിയിൽ ഓഹരി ലിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല സ്ഥാപനമാണ് കിഫ്ബി. ലണ്ടൻ ഓഹരി വിപണിയിൽ ഓഹരി ലിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല സ്ഥാപനമാണ് കിഫ്ബി. ചെറുവിമാനത്തിൽ ഒറ്റയ്ക്ക് അറ്റ്ലാന്റിക് സമുദ്രം താണ്ടിയ ആദ്യത്തെ വനിതയാണ് ആര്? ചെറുവിമാനത്തിൽ ഒറ്റയ്ക്ക് അറ്റ്ലാന്റിക് സമുദ്രം താണ്ടിയ ആദ്യത്തെ വനിത ആരോഹി പണ്ഡിറ്റാണ്. എൻ്റെ പോലീസ് ജീവിതം എന്ന പുസ്തകം രചിച്ച മുൻ DGP. എൻ്റെ പോലീസ് ജീവിതം എന്ന പുസ്തകം രചിച്ച മുൻ DGP ആരാ? മുൻ DGP TP സെൻകുമാറാണ്. TP സെൻകുമാർ. 72ാം കാൻ ചലച്ചിത്രോത്സവത്തിൽ രാജ്യാന്തര വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടിയ വിത്തുകളുടെ അമ്മ സീഡ് മദർ എന്ന ചിത്രം സംവിധാനം ചെയ്തത് അച്യുതാനന്ദ് ദ്വിവേദിയാണ്. 72ാം കാൻ ചിത്രോത്സവത്തിൽ രാജ്യാന്തര വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടിയ വിത്തുകളുടെ അമ്മ എന്ന ഹ്രസ്വ ചിത്രം സംവിധാനം ചെയ്തത് അച്യുതാനന്ദ് ദ്വിവേദി. ഇന്ത്യ ഈയിടെ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണത്തിലുള്ള ഇമേജിംഗ് ഉപഗ്രഹമാണ് റിസാറ്റ് 2B. ഇന്ത്യ ഈയിടെ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണത്തിനുള്ള ഇമേജിംഗ് ഉപഗ്രഹമാണ് റിസാറ്റ് 2B. ഈയിടെ അന്തരിച്ച മുൻ തായ്ലൻഡ് പ്രധാനമന്ത്രി ആരാ? ഈയിടെ അന്തരിച്ച മുൻ തായ്ലൻഡ് പ്രധാനമന്ത്രി പ്രേം തിൻസുലാനൊന്ത അല്ലേ? പ്രേം തിൻസൂലനൊന്ത അല്ലേ? ഈയിടെ അന്തരിച്ച മുൻ തായ്ലൻഡ് പ്രധാനമന്ത്രിയാണ് പ്രേം തിൻസൂലനൊന്ത. അപ്പം ഇത്രയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് അറിയേണ്ടത് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി, 2019 പ്രവാസി ഭാരതീയ സമ്മാനം കിട്ടിയത്, ഇന്തോനേഷ്യയിൽ വീണ്ടും പ്രസിഡൻ്റായത് ആരാണ്, പിന്നെ സ്വവർഗ വിവാഹം ഇമ്പോർട്ടൻ്റ് ആണ്, തായ്വാൻ ചോദിക്കും കേട്ടോ. എൻ്റെ പോലീസ് ജീവിതം TP സെൻകുമാർ, മൊയ്നുൽ ഹക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ പാകിസ്ഥാൻ്റെ പുതിയ ഹൈക്കമ്മീഷണർ മൊയ്നുൽ ഹക്ക്. പിന്നെ 24ാം തവണ എവറസ്റ്റിന് മുകളിലെത്തി മാധ്യമ ശ്രദ്ധ നേടിയത് കാമി റിദാ ഷെർപ്പയാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെ ഒന്ന് 2019 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആരാണ്? ജോക്ക അൽഹാർത്തി, ഒമാനി സാഹിത്യകാരിയാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഈ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.